ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ സ്മാർട്ട് കിച്ചൺ പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ്. എന്താണ് സ്മാർട്ട് കിച്ചൺ പദ്ധതി എന്നും അത് എങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നുമാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകളുടെ ജോലി ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ സ്മാർട്ട് കിച്ചൺ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയിലൂടെ വലിയ വീട്ടു ഉപകരണങ്ങൾ എല്ലാ വീടുകളിലും എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ആദ്യം വാഷ് മെഷീനാണ് എല്ലാ വീടുകളിലും എത്തിക്കുന്നത്. എല്ലാ വീടുകളിലും വാഷിംഗ് മെഷീനുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറ്റാനാണ് പദ്ധതി. ശേഷം ഗ്രൈൻഡർ, ഫ്രിഡ്ജ്, മറ്റു വീട്ടുപകരണങ്ങളും ഇതുപോലെ വിതരണം ചെയ്യും. ഇതിനുവേണ്ടി 𝗍𝗃 കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ട് വായ്പകൾ അനുവദിക്കുന്നതാണ്. മറ്റ് ഈടുകൾ ഈ വായ്പക്ക് നൽകേണ്ടി വരില്ല. കുടുംബശ്രീ വഴി തവണകളായി ഇതിനു വേണ്ടിയിട്ടുള്ള പണം അടച്ചു കൊടുത്താൽ മതിയാകും. ഇതിനു മുമ്പ് ഇതുപോലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തിരുന്നു. പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് കിച്ചൺ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത്തരം വീട്ടുപകരണങ്ങൾ എല്ലാ വീടുകളിലും എത്തിക്കുന്നതോടുകൂടി കേരളത്തിലെ വീട്ടമ്മമാരുടെ ജോലി ഭാരം കുറക്കുക എന്നതാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യമിടുന്നത്. പദ്ധതിയിലേക്ക് എത്ര രൂപ ചിലവ് വരും, എത്ര രൂപയായിരിക്കും നമ്മൾ അടയ്ക്കേണ്ടി വരിക, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം വ്യക്തമാവേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമ്പോൾ നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.